2032 ഡിസംബർ 22 ഒരു ഉൽക്ക നമ്മുടെ ഭൂമിയിലൊന്ന് ഇടിക്കാൻ പോവുകയാണ്. അതും ഈ ആസ്ട്രോയിഡിന്റെ ഇമ്പാക്ട് കോറിഡോർ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഇന്ത്യയും പെടും. ഈ ആസ്ട്രോയിഡിന്റെ പേര് 2024 YR4 എന്നാണ്. അതായത് 2024 കഴിഞ്ഞ വർഷം ഡിസംബർ 27 ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത്. ഏകദേശം ഒരു വർഷം മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ആസ്ട്രോയിഡിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ക്ലിക്കായി പോയ ഒരു വീഡിയോ ഒരു ആസ്ട്രോയിഡിന്റെ വീഡിയോ തന്നെയാണ്. അതിലൊക്കെ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ സംവിധാനം എന്തൊക്കെ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഉൽക്ക നമ്മുടെ ഭൂമിയിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ അതിനെ തടുക്കാനുള്ള ടെക്നോളജി നമ്മുടെ കൈവശം ഇപ്പോൾ ഇല്ല. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും വലിയൊരു ത്രെട്ട് എന്ന് പറയുന്നത് ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്ട് തന്നെ ഇരിക്കും. ഏതാനും സെന്റിമീറ്റർ മാത്രം ഡയമീറ്റർ ഉള്ള ഒരു ചെറിയ ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിച്ചാൽ ഉണ്ടാവുന്ന ഒരു എക്സ്പ്ലോഷൻ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇതിന്റെ സ്ഥാനത്ത് ഒരു 90-100 മീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഭൂമിയുടെ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ആസ്ട്രോയിഡ് അല്ലെങ്കിൽ ഒരു ഉൽക്ക നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ ആ ഉൽക്കയുടെ സൈസിന്റെ 20 മടങ്ങ് വലിപ്പമുള്ള ഒരു ക്രേറ്റർ, ഒരു കുഴിയായിരിക്കും ശരിക്കും അവിടെ ഉണ്ടാവുന്നത്. 2032 നമ്മുടെ ഭൂമിനെ ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ആസ്ട്രോയിഡിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 100ഓളം മീറ്റർ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു അനാലിസിസ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഡയമീറ്റർ വരുന്ന ഒരു വലിയൊരു ക്രേറ്റർ ആയിരിക്കും, ഒരു വലിയൊരു കുഴിയായിരിക്കും ഈ ഒരു ആസ്ട്രോയിഡ് കാരണം ഉണ്ടാവുക. ഇത്ര മാഗ്നിറ്റ്യൂഡുള്ള ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇടിക്കുകയാണെങ്കിൽ അവിടെ വളരെയധികം കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഡാമേജസ് ഉണ്ടാവും. അതും ഈ ആസ്ട്രോയിഡിന്റെ ഇമ്പാക്ട് പവർ നമ്മൾ TNT നോക്കുകയാണെങ്കിൽ ഏകദേശം 10 മെഗാ ടൺ TNT ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു ചെറിയ ന്യൂക്ലിയർ എക്സ്പ്ലോഷനോട് സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് മുഴുവൻ കരയല്ല, അതിന്റെ 70% വെള്ളമാണ്, ഓഷ്യൻസ് ആണ്. അപ്പോൾ ഓഷ്യൻസിലേക്ക് ഇത്തരത്തിലുള്ള സംഭവം വീണ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സുനാമിയും കാര്യങ്ങളൊക്കെ, അതായത് ലോക്കൽ ആയിട്ടുള്ള സുനാമീസ് മാത്രമായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതും ഇപ്പൊ നടുക്കടലിൽ വീഴുകയാണെങ്കിൽ ഇത് നമ്മൾ ശരിക്കും നോട്ടീസ് ചെയ്യുകയില്ല. അതായത് മെയിൻ ലാൻഡിൽ ശരിക്കും നമുക്ക് ഇത് അറിയാനും കൂടി പറ്റില്ല. അതിൽ 30% മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ള ലാൻഡ് ഏരിയ. അതിലൊരു 90% അല്ലെങ്കിൽ ഒരു 85% ഈ പറയുന്ന പോലെ അൺഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ആരും തന്നെ താമസിക്കാത്ത ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ചുരുക്കത്തിൽ പറയാൻ നമ്മുടെ ഭൂമിയുടെ ടോട്ടൽ സർഫേസ് ഏരിയയുടെ ഒരു 10% താഴെ, അല്ലെങ്കിൽ ആ ഒരു കണക്ക് ഞാൻ താഴെ കാണിക്കാം, ഇത്രയാണ് ശരിക്കും ഭൂമിയിലത്തെ ആൾക്കാർ ജീവിക്കുന്നത്. ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് ഒരു ആപത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവും കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് ഈ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 2% വരെ ഉണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് 2% ഉള്ളൂ, ഇത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷേ 2% എന്ന് പറയുന്നത് ശരിക്കും പേടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മൾ പേടിക്കേണ്ടാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കില്ല. ഇവിടെ 2% എന്ന് പറഞ്ഞ ഒരു പെർസെന്റേജ് കണക്ക് ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും അതൊരു തെറ്റായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിച്ചില്ലെങ്കിലാണ് നമുക്കത് സേഫ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സംഭവം നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും സേഫ് ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് ഇവിടെ ഈ പറഞ്ഞ 1% ചാൻസ്, 2% ചാൻസ്, 10% ചാൻസ്, അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ 0% ചാൻസ്, അല്ലെങ്കിൽ 100% ഈ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ ഒന്ന് ഇടിക്കും. മിക്കവാറും ഈ അടുത്ത് തന്നെ ഒരുപാട് ന്യൂസിലും ഹെഡ്ലൈൻസിലൊക്കെ ഈ സംഭവം ആസ്ട്രോയിഡ് 2% ഇടിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളൊക്കെ വരും. പക്ഷെ ശരിക്കും അത് തെറ്റായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഒഫീഷ്യലി 2% എന്നുള്ള കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 2032 ഡിസംബർ 22 ഈ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റൽ പാത്തായിട്ട് ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയ ആണ് ശരിക്കും ഈ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റൽ പാത്തായിട്ട് ഇങ്ങനെ കൊളൈഡ് ചെയ്യാനുള്ള ആ ഒരു ഏരിയ. അതായത് ഈ മാർക്ക് ചെയ്തേക്കുന്ന ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു പാത്തിലൂടെ ആയിരിക്കും ഈ ഒരു ആസ്ട്രോയിഡ് പോവുക. 2032 ഡിസംബർ 22 നമ്മുടെ ഭൂമിയുടെ പൊസിഷൻ ഏകദേശം ഈ ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ഇത് നോക്കിയാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ആസ്ട്രോയിഡ് പോകുന്ന ഒരു പാത്തിന്റെ അകത്താണ് ശരിക്കും നമ്മുടെ ഭൂമി ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ടോട്ടൽ ഓർബിറ്റൽ ലെങ്ത് ഒരു 100 മീറ്റർ മാത്രമാണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മുടെ ഭൂമി ഒക്യുപ്പൈ ചെയ്യുന്നത് വെറും 2 മീറ്റർ മാത്രമായിരിക്കും. അതായത് ഈ 100 മീറ്ററിൽ നമ്മുടെ ഭൂമി കവർ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് വെറും 2 മീറ്റർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിക്കാനുള്ള സാധ്യത ഇവിടെ 2% കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 2% എന്നുള്ള കണക്കൊക്കെ നമുക്ക് കിട്ടുന്നത്. ഒട്ടുമിക്ക സമയത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു ഇമ്പാക്ട് റേഞ്ചിൽ, അതായത് ഞാനിപ്പോൾ 100 മീറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമില്ലേ, ആ സ്ഥലത്തിന്റെ നടുക്കായിരിക്കും ഈ ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിക്കാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ മൂണിന്റെ അടുത്തൂടെ ആയിരിക്കും പോവുക. സയന്റിസ്റ്റുമാരുടെ ഒരു പ്രൊഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ ഇടിക്കില്ല, പകരം നമ്മുടെ മൂണിന്റെ അടുത്തൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോവുകയുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ സാധാരണ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരു ആസ്ട്രോയിഡിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഒലിക്ക അങ്ങനെ വരുന്ന ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ ഭൂമിയിൽ ഇടിക്കുകയാണെങ്കിൽ അത് എവിടേക്ക് ഇടിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ നമ്മൾ ഈ ഒരു പേര് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലുള്ള സെർച്ച് സജഷൻസ് എന്ന് പറയുന്നത്
ഈ സാധനം എവിടേക്ക് വന്നാണ് നമ്മുടെ ഭൂമിയിൽ ഇടിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് സേഫ്, ആരൊക്കെയാണ് എണീറ്റ് ഓടേണ്ടത്, അതൊക്കെ അറിയാനാണ് എല്ലാവർക്കും വളരെയധികം ആകാംക്ഷ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആസ്ട്രോയിഡിന്റെ പാത്ത് നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നീളത്തിലുള്ള ഒരു ഇമ്പാക്ട് കോറിഡോർ നമുക്ക് കിട്ടും. അതായത് നിങ്ങളിപ്പോ ഈ കാണുന്ന പോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ സൈഡ് തൊട്ട് ഏകദേശം നമ്മുടെ ഇന്ത്യ നോർത്ത് ഇന്ത്യ വരെ ലാസ്റ്റ് ചെയ്യുന്ന അത്യാവശ്യം നീളത്തിൽ കിടക്കുന്ന ഒരു ഇമ്പാക്ട് കോറിഡോറാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലും ഈ ഒരു സ്ഥലം പെടും. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ശരിക്കും നമുക്കൊരു പ്രതിവിധി, മനുഷ്യർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇത് എവിടെ പോയി ഇടിക്കുന്നോ, ഇത് നമുക്ക് എന്തോ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആസ്ട്രോയിഡ് ഇമ്പാക്റ്റുകളെ നമ്മുടെ സയൻസും ടെക്നോളജി ഉപയോഗിച്ച് ഡിഫ്ലക്ട് ചെയ്ത് വിടാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്. അതിനൊരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് നാസ തന്നെയാണ് എടുത്തത്. നാസയുടെ ഡാർട്ട് മിഷനിലൂടെയാണ് അത് കൊണ്ടുവന്നത്. അതും ഭാഗ്യത്തിന് ഈ ഒരു മിഷൻ 100% സക്സസ്ഫുള്ളും കൂടി ആയിരുന്നു. അതായത് ഈ ഒരു ആസ്ട്രോയിഡിന് ചുറ്റും ചുറ്റുന്ന ഒരു ചെറിയൊരു ആസ്ട്രോയിഡിന്റെ ഓർബിറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെയാണ് ശരിക്കും ഡാർട്ട് എന്ന് പറയുന്നത്. അത് ഇവർക്ക് 100% സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനും കഴിഞ്ഞു. വേറൊരു കോമഡി എന്താ പറയുക, ഇത്രയും നാളും നമ്മൾ ഇതിനെ പറ്റിയിട്ട് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതായത് നമ്മുടെ ഡിഫൻസ്, നമ്മുടെ ആർമിയും കാര്യങ്ങളൊക്കെ നല്ല പവർ ആക്കി എടുത്തിട്ടുള്ളൂ. പക്ഷേ ഒരു പ്ലാനറ്ററി ഡിഫൻസ് സിസ്റ്റം ഇതുവരെയായിട്ട് നമുക്ക് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ ഒന്ന് ഇടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ കേട്ടപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു പ്ലാനറ്ററി ഡിഫൻസ് സിസ്റ്റം, അവരുടേതായിട്ടുള്ള പ്ലാനറ്ററി ഡിഫൻസ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരുന്നതായിട്ട് ഒരുപാട് ന്യൂസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. നാസയുടെ വെബ്സൈറ്റിൽ ഇതിന് മുമ്പ് ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അവരുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവും. അതായത് ഈ ഒരു ആസ്ട്രോയിഡിലെ 2025 ഓഗസ്റ്റോടെ ആകുമ്പോൾ വളരെ ഫെയിന്റ് ആയി പോകുന്നത്, അതായത് നമ്മുടെ ഭൂമിയിലുള്ള ടെലിസ്കോപ്പ് അല്ലെങ്കിൽ സ്പേസിലുള്ള ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒരിക്കലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ഫെയിന്റ് ആയി പോകുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇൻഫർമേഷൻ ഈ ആസ്ട്രോയിഡിനെ പറ്റിയിട്ട് ഈ ഒരു സമയങ്ങളിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ആസ്ട്രോയിഡ് ശരിക്കുള്ള വലിപ്പം എന്താണ്, സ്പീഡ് ഉണ്ട്, അതിന്റെ ട്രജക്ടറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയങ്ങളാണ് ഇനി മുന്നോട്ട് വരുന്നത്. ഒഫീഷ്യലി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് എസ്റ്റിമേറ്റ്സ് മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ആസ്ട്രോയിഡിനെ പറ്റിയിട്ട് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരിക്കലും വാർത്തയൊന്നും നോക്കരുത്. അതിൻ്റെ അകത്ത് ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയില്ല. ഡയറക്റ്റ് ആയിട്ട് നാസയുടെ വെബ്സൈറ്റിൽ പോയി നോക്കുക. അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് UFO ഏലിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രാന്ത് തന്നെ പോലെ, ന്യൂസുകാർക്ക് ഉൽക്ക ആസ്ട്രോയിഡ് എന്നൊക്കെ പറയുമ്പോൾ പ്രാന്താണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ നോക്കിയാലും ഉണ്ടാവും ഉൽക്ക വരാൻ പോകും, ഉൽക്ക നമ്മുടെ ഭൂമിയിൽ ഇടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടാവില്ല. വളരെ ചെറിയ ഇൻഫർമേഷൻ മാത്രമായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാക്സിമം നാസയുടെ വെബ്സൈറ്റിൽ എടുത്ത് നോക്കുക. അവരെന്തെങ്കിലും സംഭവം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനോടൊപ്പം ഈ ഒരു ആസ്ട്രോയിഡിന്റെ പിക്കും ഈ ഒരു ആസ്ട്രോയിഡിന്റെ മോഷനും കാര്യങ്ങളെല്ലാം ഈ നാസയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് 2024 YR4 എന്ന് പറയുന്ന ആ ഒരു കില്ലർ ആസ്ട്രോയിഡിന്റെ ശരിക്കുള്ള സത്യാവസ്ഥ. ഇത് കില്ലറോ എന്നല്ല കേട്ടോ, ഇത് അവർ ഒരുപാട് വാർത്തക്കാർ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇടുന്ന ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ടൈറ്റിൽസ് മാത്രമാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.